ഇന്ത്യയുടെ 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ആഗ്രഹം അദ്ദേഹത്തിൽ ഉണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയാതെ പറയുന്ന ഒരു അഭിമുഖം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എന്ന് വഴിയെ വിശദീകരിക്കാം. ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പ്രസക്തനാകുന്നത് ഇന്ത്യയുടെ 50ാമത് ചീഫ് ജസ്റ്റിസ് എന്ന നിലയിൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് ഏറ്റവും നീണ്ടകാലം കോടതികളിൽ കയറിയിറങ്ങിയ ഒരു കേസിൽ അന്തിമ വിധി പറഞ്ഞ ബെഞ്ചിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് 2019 നവംബർ 9 ബാബരി മസ്ജിദ് വിധിയെ കുറിച്ചാണ്. ആ വിധി പ്രസ്താവത്തിൽ 5 ജഡ്ജിമാരാണ് ഉണ്ടായിരുന്നത്. അതിലൊരാൾ ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ്. അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് നയിച്ച ബെഞ്ചിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ഇപ്പോൾ എവിടെയാണുള്ളത് എന്നും നമുക്കറിയാം. അദ്ദേഹം രാജ്യസഭാ മെമ്പറാണ്. കേന്ദ്ര സർക്കാരിന്റെ താല്പര്യപ്രകാരം അദ്ദേഹത്തെ ചീഫ് ജസ്റ്റിസ് പദവിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ജസ്റ്റിസ് ഗൊഗോയിയുടെ ആത്മകഥ അതിനിടെ പുറത്തു വന്നിട്ടുണ്ട്. ആ ആത്മകഥയിൽ അദ്ദേഹം ബാബരി മസ്ജിദ് കേസ് വിധിയെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് ജസ്റ്റിസ് ഫോർ ദ ജഡ്ജ് എന്നാണ്. ആ ആത്മകഥയിൽ അന്നത്തെ സംഭവ വികാസം അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്. വിധി പ്രസ്താവത്തിന് ശേഷം ഒന്നാം നമ്പർ കോടതിക്ക് പുറത്തുള്ള ജഡ്ജിമാരുടെ ഗാലറിയിൽ അശോക ചക്രത്തിന് താഴെയായി സെക്രട്ടറി ജനറൽ ഒരു ഫോട്ടോ സെഷൻ സംഘടിപ്പിച്ചു. അന്ന് വൈകുന്നേരം ജഡ്ജിമാരെ അത്താഴത്തിന് താജ് മാൻസിംഗ് ഹോട്ടലിലേക്ക് കൊണ്ടുപോയി. അഥവാ ഈ ബെഞ്ചിൽ ഉണ്ടായിരുന്ന ജഡ്ജിമാരെ കൊണ്ടുപോയ കാര്യമാണ് പറയുന്നത്. ഞങ്ങൾ ചൈനീസ് ഭക്ഷണം കഴിച്ചു. ഒപ്പം അവിടെയുള്ളതിൽ ഏറ്റവും മികച്ച ഒരു ബോട്ടിൽ വൈനും പങ്കിട്ടു. കൂട്ടത്തിൽ മുതിർന്നവൻ ഞാനായതിനാൽ ബില്ല് ഞാൻ നൽകി എന്നാണ് ജസ്റ്റിസ് ഗൊഗോയി ആ ദിവസത്തെക്കുറിച്ച് തന്റെ ആത്മകഥയിൽ എഴുതിയിട്ടുള്ളത്. ആ ബെഞ്ചിലുണ്ടായിരുന്ന മറ്റൊരാൾ ജസ്റ്റിസ് ബോബ്ഡെ ആണ്. അദ്ദേഹവും ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയാണ് വിരമിച്ചിട്ടുള്ളത്. അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന സമയത്ത് ഒരു വിവാദത്തിൽ അകപ്പെടുകയും ചെയ്തു. നാഗ്പൂരിൽ ഒരു പരിപാടിക്ക് പോയ സമയത്ത് അവിടെ ഒരു വില കൂടിയ ബൈക്കിൽ അദ്ദേഹം ഇരിക്കുന്നതിന്റെ ചിത്രം പുറത്തു വന്നു. ആ ബൈക്കിന് 1/2 കോടി രൂപ വിലയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ആ ബൈക്ക് പ്രദേശത്തെ ഒരു BJP നേതാവിന്റെ മകന്റേതാണ് എന്ന വാർത്തയും പുറത്തു വന്നതാണ് ഈ വിവാദത്തിലേക്ക് ജസ്റ്റിസ് ബോബ്ഡെയെ മാധ്യമങ്ങളൊക്കെ വലിച്ചിഴക്കാനുണ്ടായ ഒരു കാരണം അതാണ്. ആ ഫോട്ടോ പുറത്തു വന്നതിന് പിറകെ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ വിമർശവുമായി രംഗത്ത് വരികയും ചെയ്തു. ജസ്റ്റിസ് ബോബ്ഡെയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറഞ്ഞത് അത് ആരുടെ വാഹനമാണ് എന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ബൈക്കുകളോട് വലിയൊരു കമ്പം ബോബ്ഡെയ്ക്കുണ്ട്. അങ്ങനെ ഒരു ബൈക്ക് കണ്ട സമയത്ത് ആരുടേതാണ് എന്നൊന്നും അന്വേഷിക്കാതെ അദ്ദേഹം അതിൽ കയറിയിരുന്നു. ആ ദൃശ്യമാണ് പുറത്തു വന്നത്. ആ ചിത്രം എടുത്തതും അദ്ദേഹത്തിന്റെ അനുമതിയോടുകൂടിയല്ല എന്നാണ് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. ആ ബെഞ്ചിലുണ്ടായിരുന്ന അന്നത്തെ വിധി പറഞ്ഞ ബെഞ്ചിലുണ്ടായിരുന്ന മറ്റൊരാൾ ജസ്റ്റിസ് അശോക് ഭൂഷൺ ആണ്. അദ്ദേഹം ഇപ്പോൾ നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ ചെയർപേഴ്സൺ ആണ്. ഇനി 5ാമത്തെ ജഡ്ജ് എന്ന് പറയുന്നത് ജസ്റ്റിസ് അബ്ദുൽ നസീർ ആണ്. അദ്ദേഹം ഇപ്പോൾ ആന്ധ്രാപ്രദേശിന്റെ ഗവർണറായി വാഴുകയാണ്. ഈ 5 പേർ ആണ് ആ വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത്. ആ വിധി പ്രസ്താവത്തിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്, ബാബരി മസ്ജിദ് നിർമ്മിക്കപ്പെട്ടത് ക്ഷേത്രം തകർത്താണ് എന്നതിന് തെളിവുകളില്ല എന്ന്. അങ്ങനെ തെളിവുകൾ ഇല്ലാതിരുന്നിട്ടും ആ വിധി പ്രസ്താവം ഉണ്ടാവുകയും ആ പള്ളിയുടെ ഭൂമി ഹൈന്ദവ സമൂഹത്തിന് എന്നാണ് ആ വിധിയിൽ പറയുന്നത്, അഥവാ ഹിന്ദുത്വ സംഘടനകളുടെ ആവശ്യപ്രകാരം ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അത് വിശ്വാസപ്രധാനമായ ഒരു വിധിയാണ് എന്ന രീതിയിൽ വിമർശങ്ങൾ ഉണ്ടായിരുന്നു. മാധ്യമങ്ങളിലൊക്കെ ആ തരത്തിലുള്ള തലക്കെട്ടുകളും ഉണ്ടായിരുന്നു. ആ വിധി പ്രസ്താവത്തിലെ പരാമർശങ്ങളെ തന്നെ നിരാകരിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഈയിടെ ഒരു അഭിമുഖത്തിൽ അതുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ നടത്തിയത്. അദ്ദേഹം പറയുന്നത് ആ വിധി തെളിവുകളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിലാണ്, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ല എന്നാണ്. എന്താണ് തെളിവ്? ക്ഷേത്രം തകർത്താണ് ബാബരി മസ്ജിദ് 1528 അന്നത്തെ മുഗൾ ഭരണാധികാരിയായ ബാബറിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ ഗവർണർ ജനറൽ ആയിരുന്ന മിർബാക്കി നിർമ്മിച്ചത് എന്ന് ഹിന്ദുത്വ സംഘടനകൾ വാദിക്കുന്നുണ്ട്. ആ വാദത്തെ സാധൂകരിക്കുകയും ശരിവെക്കുകയും ചെയ്യുന്ന നിലപാടാണ് ഈ അഭിമുഖത്തിൽ ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് വിശ്വാസപരമായ ഒരു പ്രാധാന്യം കണക്കിലെടുത്തല്ല, മറിച്ച് ചരിത്ര രേഖകളുടെയും പുരാവസ്തു വകുപ്പിന്റെ കണ്ടെത്തലിന്റെയും അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു തീർപ്പിലേക്ക്, വിധിയിലേക്ക് എത്തിയിട്ടുള്ളത് എന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു തീർപ്പോ അങ്ങനെ ഒരു തീരുമാനമോ പുരാവസ്തു വകുപ്പിന്റേതായുണ്ടോ?
1528 മുതൽ 1992 ഡിസംബർ 6 വരെ ബാബരി മസ്ജിദ് അവിടെ ഉണ്ടായിരുന്നു എന്നതാണ് ചരിത്രം. അതാണ് യാഥാർത്ഥ്യം. അതിനെ നിഷേധിക്കാവുന്നതോ നിരാകരിക്കാവുന്നതോ ആയ ഒരു തെറ്റും ഒരു തെളിവുമില്ല. 1992 ഡിസംബർ 6 ഹിന്ദുത്വ ഭീകരവാദികൾ ആ പള്ളി തകർത്തു എന്നതും വസ്തുതയാണ്. അതും ചരിത്രരേഖയാണ്. ലോകം കാണുക തന്നെയാണ് ആ പള്ളി, കാലങ്ങളോളം മുസ്ലിങ്ങൾ ആരാധിച്ചിരുന്ന ആ പള്ളി ഹിന്ദുത്വ തീവ്രവാദികൾ തകർത്തിട്ടുള്ളത്. അത് ഒരു ക്രൈമാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനക്കെതിരെ, രാജ്യത്തെ മതസ്വാതന്ത്ര്യത്തിനെതിരെ, ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരെ, മതനിരപേക്ഷമായ സംസ്കാരത്തിനെതിരെ ഉയർത്തിയ ഏറ്റവും കനത്ത വെല്ലുവിളിയും ഭീഷണിയുമായിരുന്നു 1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർച്ച. അത് പൊടുന്നനെ സംഭവിച്ചതല്ല. അതിന് പിറകിൽ വലിയ ആസൂത്രണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വളരെ നേരത്തെ തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. ആ തയ്യാറെടുപ്പുകളുടെ ഭാഗമായി ആദ്യം ഏത് ഭാഗത്താണ് മഴ ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് തകർക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഏറ്റവും പ്രഗത്ഭരായ എഞ്ചിനീയർമാരെ തന്നെ കൊണ്ടുവന്ന് അത് അടയാളപ്പെടുത്തുകയും ആ നിർദ്ദേശം കർഷകർക്ക് കൈമാറുകയും ചെയ്തിരുന്നു എന്ന വാർത്തയും വിശകലനവും ഒക്കെ പിന്നീട് പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ആവേശത്തിന് പുറത്ത് തകർക്കപ്പെട്ടതല്ല ബാബരി മസ്ജിദ്. മറിച്ച് അതിന് നീണ്ടകാലത്ത് തയ്യാറെടുപ്പുകളുണ്ട്, ആസൂത്രണങ്ങളുണ്ട്, മുന്നൊരുക്കങ്ങളുണ്ട്. എവിടെയാണ് ആദ്യം മഴ വീഴേണ്ടത് എന്നതിനെ കുറിച്ച് ആലോചന നടന്നിട്ടുണ്ട്, അത് ഉറപ്പാക്കിയിട്ടുണ്ട്. ഇങ്ങനെ പല ഘട്ടങ്ങളിലൂടെ ആലോചനകൾ ഉണ്ടാവുകയും പല ഘട്ടങ്ങളിലൂടെ ആസൂത്രണങ്ങൾ സംഭവിക്കുകയും ഒടുവിലായാണ് അത് സാക്ഷാത്കരിക്കുകയും ചെയ്യുന്നത്. ഇതെല്ലാമായിട്ടും അന്നത്തെ കേന്ദ്ര ഭരണകൂടം അത് അറിഞ്ഞില്ല എന്ന് പറയുകയാണെങ്കിൽ എത്ര വലിയ അറിവില്ലായ്മയാണ് അവരെ വേട്ടയാടുന്നത് എന്ന് ചിന്തിക്കേണ്ടി വരും. അന്ന് ഇന്ത്യ ഭരിക്കുന്നത്, കേന്ദ്രം ഭരിക്കുന്നത് PV നരസിംഹറാവുവിന്റെ സർക്കാരാണ്. UP ഭരിക്കുന്നത് BJP നേതാവായ കല്യാൺ സിംഗിന്റെ സർക്കാരാണ്. UP ഭരിച്ചുകൊണ്ടിരിക്കുന്ന കല്യാൺ സിംഗ് ബാബരി മസ്ജിദിന് ഒന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പ് കൊടുത്തു എന്നാണ് പിന്നീട് വിശദീകരിക്കപ്പെട്ടത്. ആ ഉറപ്പ് വിശദീകരിക്കാൻ മാത്രം നിഷ്കളങ്കനായിരുന്നു ഈ പറയുന്ന PV നരസിംഹറാവു എങ്കിൽ അദ്ദേഹവും കല്യാൺ സിംഗും തമ്മിലുള്ള അന്തർധാരയും അടുപ്പവും അത്ര വിസ്തൃതമായിരുന്നു എന്നുകൂടി നമുക്ക് കരുതേണ്ടി വരും. ഏതായിരുന്നാലും 1992 ഡിസംബർ 6 മുൻകൂട്ടി ആസൂത്രണം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഹിന്ദുത്വ വർഗീയവാദികൾ ബാബരി മസ്ജിദ് തകർത്തു. അത് ചരിത്രമാണ്, അത് വസ്തുതയാണ്. ഇനി ബാബരി മസ്ജിദ് നിർമ്മിക്കപ്പെടുന്ന കാലത്ത് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രം തകർത്താണോ ബാബരി മസ്ജിദ് നിർമ്മിച്ചത്? അതിന് ശരിവെക്കുന്ന ഒരു തെളിവുമില്ല. ആ ക്ഷേത്രത്തിന്റെ ഇതെന്ന് കരുതാവുന്ന ചില അവശിഷ്ടങ്ങൾ ബാബരി മസ്ജിദിന്റെ ഭൂമിക്കടിയിൽ നിന്ന് ലഭിച്ചു എന്നാണ് പുരാവസ്തു വകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോഴും ക്ഷേത്രം തകർത്തു എന്നതിന് രേഖയുണ്ടോ? എഴുതപ്പെട്ട ഏതെങ്കിലും ഒരു തെളിവുണ്ടോ? ഇല്ല. അതിനെ സാധൂകരിക്കാവുന്ന മറ്റെന്തെങ്കിലും ഒരു തെളിവ് മുന്നോട്ട് വെക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ കഴിയുന്നുമില്ല. ആകെയുള്ളത് ക്ഷേത്രത്തിൻ്റെതെന്ന് കരുതുന്ന ചില അവശിഷ്ടങ്ങൾ ഈ ഭൂമിക്കടിയിൽ നിന്ന് കണ്ടെടുത്തു എന്നാണ്. അത് ക്ഷേത്രം തകർത്തു എന്നതിന് എങ്ങനെയാണ് തെളിവായിത്തീരുന്നത്? ഒരു കെട്ടിടം നിലനിന്ന ഭൂമിയുടെ താഴ്ഭാഗത്ത് മറ്റൊരു കെട്ടിടത്തിൻ്റെതെന്ന് തോന്നാവുന്ന സാമ്യതയുള്ള വസ്തുക്കൾ ഉണ്ടായിരുന്നു, അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് ആ കെട്ടിടം തകർത്താണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് എന്ന് കരുതുന്നത് എങ്ങനെയാണ്? അതെങ്ങനെയാണ് ഒരു തീർപ്പിലേക്ക് എത്താൻ കഴിയുക? അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് എന്നെ കരുതുക, അത് തകർത്താണ് എന്നുള്ളതിന് എന്താണ് തെളിവ്? അത് കാലപ്പഴക്കത്താൽ തകർന്നു വീണതാകാം, അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളാൽ, വെള്ളപ്പൊക്കം പോലെ മറ്റെന്തെങ്കിലും പ്രകൃതി ദുരന്തം കൊണ്ട്, ഭൂകമ്പം പോലെ അത് നശിച്ചു പോയതായിരിക്കാം. അങ്ങനെയാണ് എങ്കിൽ ഈ പറയുന്ന ചരിത്ര വിരുദ്ധതയെ നമുക്ക് എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക? ഹിന്ദുത്വ സംഘടനകളാണ് ഈ വാദം ഉയർത്തുന്നത്, അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന വാദം ഉന്നയിക്കുന്നത്. അതും രേഖകളുടെ അടിസ്ഥാനത്തിലല്ല. അവർ തന്നെ പറയുന്നത് ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ് എന്നാണ്. അങ്ങനെ വിശ്വാസത്തിന്റെ പ്രശ്നമായ ഒരു കാര്യത്തെ ഏറ്റെടുക്കേണ്ട ആളാണോ ഇന്ത്യയുടെ ഉത്തരവാദപ്പെട്ട പദവിയിൽ ഇരുന്ന ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് എന്ന ചോദ്യമാണ് ഉയരുന്നത്. അദ്ദേഹത്തിന് അടുത്തൂൺ പറ്റിയതിനു ശേഷം മറ്റൊരു ജോലിയുമില്ല, അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാനുള്ള ആഗ്രഹമാണോ അദ്ദേഹം ഈ വാക്കുകളിലൂടെ പ്രകടിപ്പിച്ചത് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? കാരണം ഈ വാക്കുകൾ ആരെയാണ് സന്തോഷിപ്പിക്കുക? കേന്ദ്ര സർക്കാരിനെ സന്തോഷിപ്പിക്കും, RSSനെ സന്തോഷിപ്പിക്കും, ഹിന്ദുത്വ സംഘടനകളെയും ബാബരി മസ്ജിദ് തകർക്കാൻ നേതൃത്വം നൽകിയ മുഴുവൻ ആളുകളെയുമാണ് അത് സന്തോഷിപ്പിക്കുക. ആ സന്തോഷത്തിനുള്ള ഉപഹാരമായി കേന്ദ്ര സർക്കാരോ കേന്ദ്ര സർക്കാരിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന RSSോ ഏതെങ്കിലും പദവികളിലേക്ക് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിനെ നിയമിച്ചുകൂടായികയില്ല. ആ തരത്തിലുള്ള എന്തെങ്കിലും ആഗ്രഹങ്ങളാണോ ഇങ്ങനെ ചരിത്രവിരുദ്ധമായ തന്റെ തന്നെ വിധി പ്രസ്താവത്തിൽ, താൻ കൂടി ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി പ്രസ്താവത്തിൽ ഉണ്ടായ പരാമർശത്തിനെതിരായ ഒരു പരാമർശം നടത്താൻ ജസ്റ്റിസ് DY ചന്ദ്രചൂഡിനെ ഇപ്പോൾ പ്രേരിപ്പിച്ചിട്ടുള്ളത്? നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്.